ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അബുദാബിയിലെ ഹുദൈരിയത്ത് ബീച്ചിൻ്റെ കാഴ്ചകളായിട്ടാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പാർട്ട് 1. അപ്പോൾ ഒരു അബദ്ധം പറ്റി. അതിൽ ഞാൻ നോക്കുമ്പോൾ വോയിസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് വോയിസ് അതിൽ കയറിയില്ല. ഞാൻ അപ്ലോഡ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യാത്ത വീഡിയോ ആയിരുന്നു. പിന്നെ അറിഞ്ഞപ്പോഴേക്കും കുറേ വ്യൂ ഒക്കെ കയറിപ്പോയി. പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാൻ നിന്നില്ല. അതിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഞാനിനി ആദ്യം അപ്ലോഡ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അതിലെ കാഴ്ചകൾ, അതിൽ മനോഹരമായ വീഡിയോ ആണത്. അത് കണ്ടിട്ട് അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ ഉള്ളത്. ഗൈസ്, ഇത് അബുദാബിയിലുള്ള ബീച്ചാണ് കേട്ടോ. നല്ല ക്ലീൻ വാട്ടറാണ്. ഗൈസ്, എന്ത് മനോഹരമാണല്ലേ ഇത്. ഗൈസ്, ഇവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല സുഖമായിരുന്നു. ഗൈസ്, നല്ല ബ്ലൂ വാട്ടറാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗിയില്ലേ. നാട്ടിൽ ഞാൻ കോഴിക്കോട് ബീച്ചും തൃശ്ശൂർ ബീച്ച് അങ്ങനെ 2-3 ബീച്ചിലോട്ടാണ് പോയിട്ടുള്ളൂ. തൃശ്ശൂർ ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ ഞാൻ പോയിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ ബീച്ചിൽ നല്ല തിരമാല ഉണ്ടാവും. ഇതാ ഗൈസ്, ബോട്ടിങ്ങൊക്കെ കുറേ ബോട്ടിങ്ങൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്പീഡ് ബോട്ടിൽ കയറാനാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ തിരമാല ഞാൻ പോയപ്പോൾ അങ്ങനെ കണ്ടൊന്നുമില്ല. ഇനി ഇന്ന് മാത്രമാണോന്നും അറിയില്ല കേട്ടോ. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ കമ്മി തന്നെയാണ്. നാട്ടിലത്തെ ബീച്ചിൽ നല്ല തിരമാല ഉണ്ടാവും. നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് കമൻറ്റ് ചെയ്യൂ. ഗൈസ്, എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതിൻ്റെ കുറച്ച് സൗണ്ട് മാറിയിട്ടുണ്ട്. ഗൈസ്, അത് സ്പീഡ് ബോട്ടാണ് കേട്ടോ. അതിൽ ബാക്കിലിരിക്കുന്ന ആൾ ഫോണും വെച്ച് സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിൽ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഗൈസ്, നല്ല അടിപൊളി പ്ലേസ്, നല്ല അടിപൊളി സറൗണ്ടിങ്സ്, നല്ല അടിപൊളി എൻവയോൺമെൻറ്റ്, നല്ല അടിപൊളി ഹൈജീനിക്ക്. ഗൈസ്, നമുക്കിവിടെ തന്നെ ഇരിക്കാൻ തോന്നും കേട്ടോ. സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ് ഇവിടെ. ഗൈസ്, ഹുദൈരിയത്ത് എന്നാണ് കേട്ടോ പേര്. അവിടെ ബോർഡ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇവിടെ കുറേ ടൂറിസ്റ്റുകളുണ്ട്. എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സറൗണ്ടിങ്സൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കാൻ. നമ്മൾ സമയം പോണത് അറിയേയില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ ടോൾ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ആ അറ്റം വരെ ഈ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരേ ചുമയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ എനിക്ക് പിടിച്ചതായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നാട്ടിൽ കോഴിക്കോട് ബീച്ചിൽ പോയ ഓർമ്മകളൊക്കെ വന്നിട്ടോ. തൃശ്ശൂരും എല്ലാം അപ്പോഴൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും നല്ല സുഖമാണ് ഗൈസ്. എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ പ്ലേസാണ്, ടൂറിസ്റ്റ് പ്ലേസാണ് ഗൈസ് ഇത്. അവിടുന്ന് കുറേ ഷെല്ലൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചു. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഗൈസ്. ഒരു 10-20 ഷെല്ലിൻ്റെ മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഷെല്ല് പേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ നമ്മുടെ ബീച്ച് കടൽ തീരത്തു നിന്ന് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ തിളങ്ങണ കല്ലൊക്കെ എനിക്ക് 2-3 വട്ടം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേര് വെള്ളാരം കല്ലാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ അവർ കുറേ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ. ലൈറ്റൊക്കെ വെച്ച് അലങ്കാരം ചെയ്തിട്ടുണ്ട്. രാത്രിയൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. സൂപ്പറാണ് കേട്ടോ രാത്രിയൊക്കെ. ടൂർ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അബുദാബിയിലോട്ട് ഒരു ഫ്ലൈറ്റും പിടിച്ച് വരാൻ അടിപൊളിയാണ്. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. ബീച്ച് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ബീച്ചിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. നമ്മളൊക്കെ പെരുന്നാളിനാണ് നമ്മുടെ വീടിൻ്റെ അടുത്തും പള്ളീൻ്റെ അടുത്തുമൊക്കെ ഉള്ള മരത്തിൽ ലൈറ്റ് ഇടുക. ഇവിടെ എന്നും പെരുന്നാളാണ് ഗൈസ്, എന്നും ലൈറ്റ് ഉണ്ടാവും. പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മൾ ഊരി വെക്കുകയും ചെയ്യും. ഇവരൊന്നും ഊരി വെക്കുന്നില്ല ഗൈസ്. ഇവിടുത്തെ ചെടികളൊക്കെ നോക്കൂ, നല്ല പച്ച ചെടികളല്ലേ. ഇവിടെ നല്ല അടിപൊളി ഗ്രീനറി ഫീലാണ്. നമുക്കിവിടെ ഇപ്പം മഴയൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇപ്പം മരുഭൂമി ആവാറായിട്ടോ. നമ്മുടെ നാട്ടിലത്തെ മഴയൊക്കെ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. എൻ്റെ വീഡിയോ എടുത്തത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ബുഷ് ചെടിയൊക്കെ നല്ല ഷേപ്പാക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഏത് സ്ഥലം നോക്കിയാലും ഒരു വേസ്റ്റ് പോലും കാണില്ല. ട്രാഷ് ബില്ല് മാത്രമാണ് എല്ലാ വേസ്റ്റും ഇടുകയുള്ളൂ. താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ഹൈജീൻ പ്ലേസ് ആയ കാരണം നമുക്ക് ഇരിക്കാൻ തോന്നും. നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ ചെടിയാണ് ഗൈസ് ഇത്.
ഗൈസ് സിബ്ലൈനിൽ ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട കുട്ടി ഇതായ പോലെ പോകുന്നു. നല്ല രസമുണ്ടല്ലേ, അതിൽ പോകാൻ നല്ല രസമായിരിക്കും. ഗൈസ് ഇവിടെ ഒരു പ്ലേ പ്ലേസിൽ ഓപ്പണിംഗ് പ്ലേസിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പറ്റിയ പാർക്ക് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ നിറയെ സാധനങ്ങളുണ്ട് കളിക്കാൻ പറ്റിയത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ ഇത്. ഇപ്പം അധികം ചൂടില്ല, എല്ലാവരും ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഗൈസ് നമ്മളിവിടെ വന്നതിന് നമുക്കില്ലേ, നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണാറുണ്ട് ഈ ചൈനയിലൊക്കെ കാണുമ്പോൾ പോലത്തെ ഒരു പ്ലേസിലെ ഒരു റെസ്റ്റോറൻറ്റ്, അവരെ ചൈനയിലൊക്കെ ഉള്ള പോലത്തെ എപ്പോഴും അവർ കുടം പോലത്തെ ഒരു സാധനം ഹാങ് ചെയ്ത് വെക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പോകുമ്പോൾ തന്നെ എന്താ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റോളം എന്ത് സുഖമാണ് കേട്ടോ. അറിയാമോ, നിങ്ങളിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും നമ്മൾ ഇമ്പ്രസ് ചെയ്യണ പോലത്തെ ബിൽഡിങ്സ് ആണ് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സംഭവം. അതിൻ്റെ മുകളിൽ 3 സ്റ്റാർസൊക്കെ ലൈറ്റ് പോലെ തൂക്കിയിട്ടുണ്ട്. രാത്രിയാണ് ഇതിൻ്റെ സെറ്റ് വ്യൂ കാണാൻ പറ്റുക. ഗൈസ് ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് പറയണം. മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളിത് നന്നായി ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും, ഈ വീഡിയോയും വോയിസും. ഇപ്പം നിങ്ങൾ എൻജോയ് ചെയ്തുവെന്ന് വിചാരിക്കുന്നു ഗൈസ്. എനിക്ക് ആ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഈത്തപ്പഴങ്ങളാണ്. അതിലൊക്കെ കുറേ ഈത്തപ്പഴമുണ്ട്. ഇംഗ്ലീഷിൽ ഡേറ്റ് പാം എന്നൊക്കെ പറയും. നമ്മൾ എന്നെ പോലത്തെ മലയാളികൾ ഈത്തപ്പഴം എന്ന് അഭിമാനത്തോടെ പറയും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ പാർക്കിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അതാണ് ഗൈസ് പാർക്കിംഗ് ഏരിയ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മളിപ്പോൾ എക്സിറ്റ് അടിച്ച് പോവാണ് കേട്ടോ. നിരത്തി നിർത്തിയിട്ടുണ്ട് കാറുകൾ. നമ്മളിനി ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ കുറേ നേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകുന്ന വഴിയൊക്കെ നമുക്കറിയാം. നമ്മളിവിടെ വീടിൻ്റെയാണെങ്കിൽ വെറുതെ ആ വഴിയിലൊക്കെ പോയി നോക്കുക. കാറൊക്കെ എടുത്ത് പുറത്തിറങ്ങാൻ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നാട്ടിലിപ്പോൾ ചുട്ട വേലായ കാരണം ഉള്ളിലിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ നാട്ടിൽ AC ഉള്ള മാളുകളിൽ കറങ്ങാനും പറ്റും. ഇവിടെ അതിനെക്കാട്ടിലും വീട്ടിലിരിക്കാൻ തോന്നുന്നു. നമുക്ക് നടക്കാനുള്ള ഒരു എനർജി ഒന്നും കിട്ടൂല, അത്ര ചൂടാണ് ഗൈസ് നാട്ടിൽ. 44 ഡിഗ്രി മിനിഞ്ഞാന്ന്. ഗൈസ് ഞാൻ പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ട് ഭയങ്കര ചൂടാണ്. അവിടെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ. ആ ഡിഫറൻസ് നമുക്ക് കറക്റ്റായി അറിയുന്നുണ്ട്. പാലക്കാട് 44 ഡിഗ്രി വരെ ചൂട്, അത് പറഞ്ഞാൽ ഡിഗ്രി വരെ സെൽഷ്യസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു ആ ദിവസം. 3 മണിക്കാണ് ഗൈസ് വന്നത്. ഇതാണ് ഗൈസ് പോണ വഴി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ 800 ഗൈസ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ബൈ.